തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 22-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സഹവരണാധികാരി കൂടിയായ ഇരിങ്ങാലക്കുട നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച MP ജാക്സൺ 3-2 ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്ന് അവകാശപ്പെട്ടു. എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകുമെന്നും MP ജാക്സൺ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി, KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് TV ചാർലി എന്നിവരും MP ജാക്സനൊപ്പം ഉണ്ടായിരുന്നു. നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഒരു നല്ല മത്സരം ഇരിങ്ങാലക്കുട നഗരസഭയിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടക്കാനായിട്ട് പോവാണ്. 4 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം. ഇനിയും എത്രയോ പ്രദേശങ്ങൾ നമുക്ക് വികസിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായി ചേർന്ന് വന്ന പുറത്തുശ്ശേരി മേഖലയുണ്ട്. നമ്മുടെ തന്നെ പല മേഖലകളും നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന നമ്മുടെ മൈതാനം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെ സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്താം, പട്ടണത്തിൽ എങ്ങനെ നമുക്ക് കുറേ കൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, ആ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തനം നടത്താനുള്ള ഒരു സന്നദ്ധതയും അതിനൊരു നല്ല ഗവേണൻസും വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യത്തിൽ നോക്കിക്കാണുന്നത്. ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ആ ദൗത്യം സ്വമനസാരെ ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത, ഞാൻ ഇതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറുണ്ട് ഭൂരിപക്ഷത്തിന് കണക്ക്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇരിങ്ങാലക്കുട ഭരണത്തിൽ വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച ഡിസംബർ മാസം 13-ാം തീയതി ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 3-2 ഭൂരിപക്ഷത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ